ഈ കോൺഗ്രസിലെ പ്രതിസന്ധികൾ കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്കോ അതല്ലെങ്കിൽ മറ്റ് സമരപരിപാടികളിലേക്കോ പോലും പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആദ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന കടുത്ത നിലപാടിലേക്ക് ഘടകകക്ഷികൾ എത്തുമ്പോൾ ഇനി മുന്നോട്ടുള്ള പോക്കിൽ അത് എത്രമാത്രം നിർണായകമാകും നിർബൻ? തീർച്ചയായും വലിയ തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വാർഡുമായി ബന്ധപ്പെട്ട് 10 വാർഡ് ഒരു KPCCയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരന് നൽകുന്നു. അത് ഏകദേശം 4 മാസത്തിന് മുമ്പ് തീരുമാനിച്ചതാണ്. അതിനുശേഷം ഒരു യോഗവും പോലും ഇതുവരെ ചേരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം DCC യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ ഈ ചുമതല തീരുമാനിച്ചു പോയതല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടന്നിട്ടില്ല. വാർഡ് കമ്മിറ്റി കൂടിയിട്ടില്ല. അതിനുശേഷം നടത്തിയ പ്രവർത്തകരെ വിളിച്ചു ചേർത്തിട്ടില്ല. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. മുകളിൽ നിന്ന് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ സമ്മർദ്ദം KPCCയുടെ ഭാഗത്ത് നടത്തുന്നു. ഇക്കാര്യത്തിൽ VD സതീശൻ്റെ ഭാഗത്ത് നിന്നും സുധാകരൻ്റെ ഭാഗത്ത് നിന്നുള്ള വിട്ടുനിൽക്കൽ UDFനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മലപ്പുറത്ത് മലബാറിലെ ജില്ലകളിൽ മാത്രമല്ല തിരുവനന്തപുരത്തും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ അതൃപ്തരാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആകെ UDFന് 10 സീറ്റാണ്, 8 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഈ കോൺഗ്രസ് സമ്പൂജ്യരാകും എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. DCCക്കെതിരെയുള്ള വികാരമുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം സമാനമായി എല്ലാ ജില്ലകളിലും വിഷയം നടക്കുന്നുണ്ട്. ചിലയിടത്ത് DCC പ്രസിഡന്റുമാരെ മാറ്റണം, അടിയന്തരമായി വയനാടും തൃശ്ശൂരിലും DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കണം. പലയിടത്തും പ്രവർത്തനങ്ങൾ യോജിപ്പിക്കാൻ കഴിയുന്നില്ല. പുതിയ ഘടകകക്ഷികൾ വരാൻ നിൽക്കുന്നു. അൻവറിൻ്റെ വിഷയം വിവാദമായി നിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒന്നിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി വരും. വലിയ തിരിച്ചടി UDF വരേണ്ടി വരും. അത് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമായി മാറും എന്നാണ് UDF നേതാക്കൾ പ്രധാനപ്പെട്ട ആശങ്കയായി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അങ്ങനെ തീരുമാനമായി മുമ്പോട്ട് പോയില്ല എങ്കിൽ, നടപടി ഉണ്ടായില്ലെങ്കിൽ ഘടകകക്ഷികൾ സ്വമേധയാ അവരെ നിലയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നെ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കോ സീറ്റ് ചർച്ചകൾക്കോ തങ്ങളെ സമീപിക്കരുത് എന്ന നിലപാടാണ് പ്രധാന ഘടകകക്ഷിയായ ലീഗ് അടക്കം മുന്നോട്ട് വച്ചിട്ടുള്ള ആശങ്ക. മനു, അതായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കോൺഗ്രസിലെ തർക്കങ്ങളെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് അർഹമായ പ്രാധാന്യമോ അവർക്ക് വേണ്ട ബഹുമാനമോ നൽകുന്നില്ല എന്നതാണോ ഈ പക്വതയില്ലായ്മ എന്ന പരാമർശത്തിൽ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത്? അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാൻ UDF ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്നതാണോ പ്രധാനപ്പെട്ട മറ്റൊരു പരാതി? തീർച്ചയായും. കാരണം ചർച്ചകൾ നടക്കുന്നില്ല. ഒന്ന്, ഈ മലയോര ജാഥയെ ബന്ധപ്പെട്ട് ഈ ലീഗിൻ്റെ നേതാക്കൾ അവഗണിച്ച സംഭവങ്ങളെല്ലാം വലിയ തരത്തിൽ വാർത്തയതാണ്. എന്തോ ഒക്കെ ചില നേതാക്കൾ ഓരോ സ്ഥലത്തും നടത്തുന്നുണ്ട്. വയനാടേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു, ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അവർ തന്നെ കോൺഗ്രസ് നേതാക്കളെയും മുന്നണി നേതാക്കളെയും കൂട്ടാതെ വിജയൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ മലയോര ജാഥയെ ബന്ധപ്പെട്ട് VD സതീശൻ ഒരു വഴിക്ക് പോകുന്നു. ആ ജാഥയിൽ തന്നെ ഈ വിഷയങ്ങൾക്ക് കാരണക്കാർ അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്ന തങ്ങളക്കടക്കം ഉത്തരവാദിത്തമുണ്ട്, തനിക്കടക്കം ഉത്തരവാദിത്തമുണ്ടെന്ന് സുധാകരൻ തുറന്നു പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ, സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ തുടർച്ചയായി VD സതീശൻ ഉന്നയിക്കുന്നു. പക്ഷേ അതെല്ലാം ഉന്നയിക്കുന്ന ഒരു തരത്തിൽ തെളിവുകളില്ലാതെ ചില മാധ്യമങ്ങളുടെ വാർത്തകളായി ചർച്ച ചെയ്ത് ജനം തള്ളിക്കളയുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് സർക്കാരിനെതിരെ എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ UDFിൽ അവ്യക്തതയുണ്ട്. VD സതീശൻ ഒരു വഴിക്കും സുധാകരൻ ഒരു വഴിക്കും UDF നേതാക്കൾ മറുവഴിക്കും പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ നേതാക്കളെ ഫാൻസ് അസോസിയേഷനായി അണികൾ മാറി നിൽക്കുന്നു. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും താഴെത്തട്ടിൽ പ്രവർത്തനം നടത്താതെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല, UDFന് തിരിച്ചു വരാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ആശങ്കയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഏതളവ് വരെ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. നേരത്തെ മനു അറിയാം. കാരണം KPCC ഞാനത് പറയാൻ വരുമായിരുന്നു. ഇപ്പോൾ നിർബൻ പറഞ്ഞപ്പോൾ ഞാനത് അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാൻ വരികയായിരുന്നു. ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു ആശങ്ക ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പരിമിതിയുണ്ട്. കാരണം കേരളത്തിലെ നേതാക്കളാണ് ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ. 3 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, 1 സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡ് മുഴുവൻ കേരളത്തിലാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെയാണ്, മുൻ MP രാഹുൽ ഗാന്ധി ഇവിടെയാണ്. അവരുടെ ഒരു തട്ടവും കൂടിയായി കേരളം മാറുന്നു. അതുകൊണ്ട് അവർക്ക് നേതാക്കളെ പിണക്കാനോ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തോ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ പോയാൽ എല്ലാം പോയി എന്ന നിലപാട് ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെ സ്ഥലത്ത് പോലും, തട്ടകത്തിൽ പോലും കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിക്കുന്നുവെന്ന സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സുധാകരൻ എടുക്കാൻ പറ്റുമോ?
കെ സിക്ക് അങ്ങനെ ഒരു അതാണ് മനു. കാരണം കെ സിക്ക് അങ്ങനെ പിണക്കിക്കൊണ്ട്, കാരണം കെ സി ആണ് ഇക്കാര്യത്തിൽ കെ സുധാകരനെ മാറ്റാനുള്ള നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ എടുത്തറിയാൻ കഴിയില്ല എന്ന കാര്യം കെ സിക്ക് മനസ്സിലായി. കെ സി ആണ് വളരെ പെട്ടെന്ന് കെ സുധാകരനുമായി ആശയവിനിമയം നടത്തിയത്. അങ്ങനെ ഇപ്പോൾ മാറ്റമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പോകണം എന്നൊരു സമവായ തന്ത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും വി ഡി സതീശൻ പെട്ടെന്ന് മിഷൻ 63 എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. അപ്പോഴാണ് ഞെട്ടലോടുകൂടി കെ സുധാകരൻ അറിയുന്നത് 63 മണ്ഡലത്തിൽ താൻ സർവേ നടത്തി എങ്ങനെ വിജയിക്കണമെന്ന കാര്യത്തിൽ താനൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വി ഡി സതീശൻ പറയുന്നു. എ പി അനിൽകുമാർ എന്നെ ചോദ്യം ചെയ്യുന്നു. എ പി അനിൽകുമാറിന് പിന്തുണയുമായി സ്വാഭാവികമായി എ പി അനിൽകുമാർ കെ സി വേണുഗോപാലിൻ്റെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വഹിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം അങ്ങനെ പൊടുന്നനെ അതിൽ പ്രകോപിതനാകണമെങ്കിൽ അതിൽ കെ സിയുടെ പിന്തുണയുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഏകപക്ഷീയമായ പോക്കാണ് എന്ന കാര്യത്തിൽ AICC ഹൈക്കമാൻഡിനുമുണ്ട്. പക്ഷേ സുധാകരനെ പിണക്കാനും കഴിയില്ല. ഒരുമിച്ച് സമാവേശത്തിൽ പോകണം. ഘടകകക്ഷികൾ പുറത്തു നിന്ന് സമ്മർദ്ദം നടത്തുകയും ചെയ്യുന്നു. ആകെ ഒരു തരത്തിൽ വെട്ടിലായ അവസ്ഥ ഹൈക്കമാൻഡിനുണ്ട്. എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ തൽക്കാലം ഈ വിഷയങ്ങളിൽ ഒരു രമ്യ ചർച്ച നടത്തുകയായിരിക്കും ചെയ്യുക. നേതാക്കളെ ഒന്നിച്ചിരുത്തി കാര്യങ്ങൾ ഒരു ചർച്ച നടത്തണമെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇവർ ഒന്നിച്ചിരുന്നാൽ പതിവായി സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണോ? അതൊരു ഗതികേടല്ലേ? തീർച്ചയായും. കാരണം പുനഃസംഘടനയെ ബന്ധപ്പെട്ട് വി ഡി സതീശൻ വളരെ ഷാർപ്പായ നിലപാട് അദ്ദേഹം എടുത്തു. ആ നിലപാടിൽ നിന്ന് അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് കാരണം അദ്ദേഹം പറയുന്നത് സമ്പൂർണ്ണ പുനഃസംഘടന വേണം. കെ സുധാകരനുമായി ഈ സംഘടന ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ആളിനെ നിയോഗിച്ച് KPCC പുനഃസംഘടന നടത്തണം. അങ്ങനെ സംഘടനയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ബാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം താൻ ഏറ്റു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് വിജയിച്ചത് എന്നാണ് അദ്ദേഹം ആണയിട്ട്. അല്ല, അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമില്ലേ നൃപൻ? അതായത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുന്നു. UDFന്റെ സിറ്റിംഗ് സീറ്റുകളിലല്ലാതെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും അവർക്കൊരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ സ്ഥിരമായി അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം, അത് വേറെയാണ്. 2019 ഇതേ റിസൾട്ട് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വന്നതാണ്. പിന്നീട് പക്ഷേ LDF തുടർഭരണം നിലനിർത്തുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ആ വാദമൊക്കെ അങ്ങനെയെങ്കിൽ മറുവശം കണക്കിലെടുക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ? അതിലേക്ക് തന്നെയാണ് മനു ഞാൻ പറയുന്നത്. ആ വാദമാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വാദത്തിനാണ് മുതിർന്ന നേതാക്കളെല്ലാം എതിര് നിൽക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കൾ